കുരിശിന്റെ മുകളിലാണ് ഗൈസ്. കുരിശിനെ പിടിച്ചു വെക്കാണ്. ഞങ്ങള് വ്യൂ നോക്കി നിൽക്കുന്നതാ. കോടമഞ്ഞ് പോയി കഴിയുമ്പോ അപ്പൊ അവിടെ തെളിയും. പക്ഷെ കോടമഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല. ഓരോ യാത്രയും ഓരോ ഓർമ്മകളാണ് എല്ലാവർക്കും തരുന്നത്. അത്തരം ഓർമ്മകൾ ശേഖരിച്ചുള്ള ഒരു യാത്രയിലാണ് ഞാനും അജയും അനഘയും. ജർമ്മനിയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള പർവ്വതനിരകളിലൊന്നാണ് ഹെർസോഗ് സ്റ്റാൻഡ്. സമുദ്രനിരപ്പിൽ നിന്ന് 1731 മീറ്റർ ഉയരത്തിലാണ് ബവേറിയൻ പ്രീ ആൽപ്സിലെ ഈ ഹെർസോഗ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. മ്യൂണിക്കിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മൗണ്ടൻ റീജിയനും കൂടിയാണിത്. എല്ലാ മണിക്കൂറുകളിലും മ്യൂണിക് മെയിൻ സ്റ്റേഷനിൽ നിന്ന് കോഹൽ മെയിൻ സ്റ്റേഷനിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ സർവീസുകളുണ്ട്. ട്രെയിൻ യാത്ര ഒരിക്കലും അടുപ്പിക്കുന്നതല്ല. ട്രെയിനിൽ പോകുമ്പോൾ സ്റ്റാൻബർഗിലേക്കും അതുപോലെ തന്നെ ബവേറിയൻ ആൽപ്സിൻ്റെ ദൃശ്യഭംഗിയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആസ്വദിക്കാവുന്നതാണ്. കോഹൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയ ശേഷം അവിടെ നിന്ന് എല്ലാ മണിക്കൂറിലും ബസ് സർവീസുകൾ ഡയറക്റ്റ് വാൽഹൻസയിലോട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റാണ് വാൽഹൻസയിലെത്താൻ വേണ്ടി എടുക്കുന്നത്. ഹെർസോഗ് സ്റ്റാൻഡിൻ്റെ ഒരു അടിവാരമാണ് വാൽഹൻസി എന്ന് പറയുന്നത്. യാത്രയിൽ കോഹൽസിയുടെയും വാൽഹൻസിയുടെയും അതിമനോഹരത നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. വാൽഹനിലേക്ക് തുടങ്ങുന്ന ഈ ഹൈക്കിംഗ് പാത്തുകൾ പല ഡിഫറെൻറ്റ് വേ കൂടെ പോകുന്നു. നിങ്ങൾക്ക് ഹൈംകാട്ടം കൂടി പോകണമെങ്കിൽ ഹൈംകാട്ടം കൂടി പോകാം, അല്ലെങ്കിൽ ഹെർസോഗ് സ്റ്റാൻഡ് മാത്രം പോകുന്നവരും. അപ്പോൾ നമ്മളിന്ന് ഹെർസോഗ് സ്റ്റാൻഡും അതുപോലെ മാർട്ടിൻ സ്കോപ്പിലൊക്കെയാണ് പോകുന്നത്. ഹൈംകാട്ടിലോട്ട് ഹെർസോഗ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ എടുക്കുന്നുള്ളൂ. നല്ല കോടമഞ്ഞാട്ടാ, പക്ഷേ സൂര്യൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. നമുക്കിനി ഈ വഴിക്കാ പോകണ്ട, ഇങ്ങനെ കറങ്ങി. എന്നാണെങ്കിൽ അടിപൊളി നല്ല വെതറാട്ട്. ഇന്നലെ മഴ പെയ്തു, ചെറിയ തന്നലുണ്ട്, പക്ഷേ നല്ല അടിപൊളി തണുപ്പുണ്ട്. സോ പെട്ടെന്ന് അണക്കത്തില്ല. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നല്ല വ്യൂ ഒക്കെ. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ഫുൾ പച്ചപ്പാണ്. കറങ്ങിയാണ് പോകുന്നത്, സിക്സാക്കായിട്ടാണ് പോകുന്നത്. മറ്റ് ഹൈക്കിംഗ് പാത്തുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഹൈക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചും കൂടി ചെറിയ നാരോ പാത്തുകളാണ് ഞാനിവിടെ കണ്ടത്. അതുപോലെ തന്നെ പോകുന്ന വഴിയിലൊക്കെ തന്നെ വാൽഹൻസി നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ കയറ്റം കയറുന്തോറും വാൽഹൻ ലേക്കിൻ്റെ ഭംഗി അത് പച്ചയിലും ബ്ലൂ നിറത്തിലൊക്കെയാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ ഭംഗി കൂടി വരികയായിരുന്നു. ഗൈസ്, കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്, ഒന്നും കാണത്തില്ല. ഓ, കുറച്ച് നട്ട്സ് അടിക്കും. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് പോകാനുള്ള വഴി സൂപ്പറാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. മേഘങ്ങളിലേക്ക് നിങ്ങൾ ആവാഹിക്കപ്പെടാണ്. പക്ഷെ കോട മുകളിലേക്ക് പോയി തുടങ്ങിട്ടാ, താഴേക്ക് തെളിഞ്ഞു തുടങ്ങി. ഇതവിടെ ചെറിയ വെള്ളച്ചാട്ടം. ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ വ്യൂ പോയിന്റ് ഫുൾ മഞ്ഞ്. അയ്യ കാറ്റ്. നമ്മൾ 1575 മീറ്റർ എത്തി. നമുക്കിനി 45 മിനിറ്റ് കൂടി ഹെർസോഗ് സ്റ്റാൻഡ്. ഗൈസ്, മറ്റ് ഹൈക്കിംഗ് സ്ഥലത്തെ പോലെ അല്ല കേട്ടോ. ഇവിടെ നമുക്ക് എല്ലായിടത്തും തന്നെ ടോയ്ലറ്റുകളുണ്ട്. ഓരോരോ 1000 മീറ്റർ കഴിഞ്ഞപ്പോൾ 1500 കഴിഞ്ഞപ്പോൾ ഒക്കെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അതൊരു നല്ലൊരു ഇതാണ്. നമ്മുടെ സൂര്യമാമ വന്നിട്ടുണ്ട് കേട്ടോ, എന്തിനോ വേണ്ടി എവിടെയോ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഫുൾ കോടമയം. ഹലോ സാർ. ഹായ്. ഹെർസോഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മൗണ്ടൻ ആദ്യം കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മാർട്ടിൻ സ്കോഫ് അങ്ങോട്ടുള്ള വഴിയാട്ടോ.
നമ്മുടെ അനഘ പുറകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പൊക്കോളം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞൊക്കെ പുറകെ വന്നോ ഹെർസോഗ് വെച്ച് കാണാം. അതുകൊണ്ട് നമ്മൾ ഈ മല എടുത്തതാണ്. ഗൈസ് നമ്മൾ മാർട്ടിൻസ് കോഫിലെത്തി. പക്ഷെ അടിയിലോട്ടുള്ള വ്യൂ മാത്രമല്ല, ഉള്ളി വെള്ള പാലമായ മാത്രം കോടമഞ്ഞാണ് ഫുള്ള്. സോ മാർട്ടിൻസ് കോഫ് കാറ്റൊക്കെ വീശിപ്പോൾ പോകുന്നുണ്ട്. മാർട്ടിൻസ് കോഫി പോയിട്ട് അവിടെ നിന്ന് വന്നപ്പോൾ വഴി ഒരു 1.5 വഴി കേട്ടാ. നമ്മൾ വേറെ വഴിക്ക് ഇറങ്ങി, നമ്മൾ വഴി പുതിയത് കണ്ടുപിടിച്ച് തന്നെ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടാ. നമ്മൾ മേഘത്തുമ്പോൾ തൊട്ടില്ല എന്ന രീതിയിലാണ് പോകുന്നത്. സീൻ വഴി ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. നല്ല അടിപൊളി വഴിയായിരുന്നു കേട്ടോ. മാർട്ടിൻസ് കോഫി എന്നാണ് ഇങ്ങനെ വഴി. ഞാൻ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വന്നോ. ആ ഇപ്പം എത്തും. ഒരാളെ കാട്ടിക്കൂടെ ഇറക്കിക്കൊണ്ടുണ്ട് ഞാൻ. ഇത് വഴിയാണ് കണ്ട, ആൾക്കാർ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ വഴി ഇങ്ങനെ പോയതാ. എന്തായാലും നമ്മുടെ മാർട്ടിൻസ് കോഫ് അടിപൊളിയായിരുന്നു. കണ്ണുമ്പോ ഒരു ചെടി കൊണ്ടുവച്ചു, നല്ല തണുപ്പ്, ഇഷ്ടപ്പെട്ടു. മുകളിൽ ഹട്ട് ഉണ്ട് കേട്ടോ. ഇത് കയറിയ മാർട്ടിൻസ് കോഫ് സീനല്ല, ഒന്നുമില്ല. നല്ല വെയിലായിട്ടാ. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹെർസോഗ് സ്റ്റാൻഡ് കോടമഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. എത്തിക്കൂ ഗൈസ്, ഫുള്ള് വെള്ളമയം മാത്രം. നമ്മൾ ഹെർസോഗ് സ്റ്റാൻഡിൻ്റെ ടോപ്പിലെത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. കോടമഞ്ഞ് മാത്രമേ ഇഷ്ടമുള്ളൂ. ശരിക്കും മേഘത്തുമ്പോൾ ടച്ച് ചെയ്യുന്ന പോലെയാണ്. ഗൈസ് വ്യൂ വരും, പിന്നെ വീണ്ടും പോകും. ഇങ്ങനെ കയറി നമ്മളിനി അടുത്ത് വന്ന് അവിടെ കേട്ടാ. നമ്മൾ ഓൾറെഡി ആ പീക്ക് കടന്നു. ഇനി ഈ പീക്ക്. നമ്മുടെ അനഘ ചേച്ചി ഇവിടെ ഉണ്ട്. ഞങ്ങൾ 3 പേരാണെന്ന് ഹെർസോഗ് കയറാം. നമ്മൾ അടുത്തൊരു വേറെ മൗണ്ടൈൻ്റെ മുകളിൽ. നൈസ് വ്യൂ. ഗൈസ് നമ്മൾ നേരത്തെ പോയ മൗണ്ടൈൻ്റെയും ഹെർസോഗിൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ഫുൾ സ്നോ ആയിട്ടുള്ളൊരു വഴിയായിരുന്നു തിരിച്ചവിടെ നിന്ന് ഇറങ്ങിയത്. ഗൈസ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ഈ കാണുന്ന വഴി കേട്ടോ. ഇതിങ്ങനെ കറങ്ങി. അപ്പോൾ ഗൈസ് ഹെർസോഗിനോട് അല്ലെങ്കിൽ ഹെർസോഗ് സ്റ്റാൻഡിനോട് വിട പറയേണ്ട നേരമായിട്ടുണ്ട്. ബായ് ബായ്, നമുക്ക് അടുത്ത വരവിൽ കാണാം അല്ലേ? അതെ, നമ്മൾ ഇറങ്ങി തുടങ്ങി. നമ്മൾ ടോട്ടൽ 4 മല, ചെറിയ മലയാണ് കേട്ടോ. ബാക്കിൽ ഒരുത്തി വരുന്നുണ്ട്, ചേട്ടൻ പോകുന്നുണ്ട്. ഈ മോഡൽ മഞ്ഞ കേട്ടോ പ്രശ്നം.
നമുക്കിനി ഇങ്ങനെ കറങ്ങി ഇത് അങ്ങനെ ഇറങ്ങി സീൻ എത്ര മണിക്കൂർ 2 മണിക്കൂർ കൂട്ടാം. അതായിട്ടല്ല വല്യാണ് എൻ്റെ പൊന്നു മക്കളെ വന്ന വഴി നമ്മളിവിടുന്ന് തുടങ്ങിയേ. നമ്മൾ ഇത്ര ഇവിടെ വരെ എത്തിയാ. ഇങ്ങനെ ഇറങ്ങി ഇവിടെ എത്തി. ഇതവിടെ നിങ്ങൾക്കൊരു ബങ്കർ വേണം കേട്ടോ, ബങ്കർ പോലെ സംഭവം. അവിടേക്ക് എങ്ങനെ വഴി എന്നറിയത്തില്ല. നമ്മൾ കയറി വഴി വെച്ച് നോക്കുമ്പോൾ അതായത് കുറച്ചുകൂടി നല്ലത്. വഴി മൊത്തം കാണാം. അപ്പോൾ നമുക്കൊരു ഇത് വരും, എത്തിയിട്ടില്ല. കയറി വഴിയാണെങ്കിൽ എന്താ, നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ വഴി കാണുന്നില്ലല്ലോ, മല മാത്രമാണല്ലോ. ഇപ്പം എത്തും എന്നൊരു പ്രതീക്ഷയിൽ കയറുന്നു. നമ്മൾ വീണ്ടും മൂടൽ മഞ്ഞിൽ അകപ്പെട്ടുപോയി. അജയ് ചേട്ടൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അതിനൊക്കെ ഏറ്റവും ബാക്കിൽ കാണാൻ കൂടി ഇല്ല അവിടെ. ആ കാണുന്ന കോഹൽസ്. അത് മൗണ്ടൻ ബൈക്കാണ്. അവിടെ വഴി ഉണ്ടായിട്ട് നമ്മൾ പോകുന്ന വഴി. ഫ്രണ്ടിൽ വഴി കാണുമ്പോൾ അതിൻ്റെ എളുപ്പവഴിക്ക് നമുക്ക് കയറാൻ ഭയങ്കര ഇഷ്ടം. ഇവിടെ നമുക്ക് വാൽക്കൻസൈഡ് വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നൈസ് വ്യൂ പോയിന്റ്. നൈസ് വ്യൂ. ഓ മോനെ, നമുക്കിപ്പോൾ അടുത്ത ബസ്സുകളുണ്ട്. ഞങ്ങൾ ഇല്ലാത്ത വഴിക്ക് വഴി ഉണ്ടാക്കി വരുന്ന കേട്ടോ. വഴിയില്ല, ഞങ്ങൾ നേരെ ലൊക്കേഷൻ വെച്ചിട്ട് നേരെ അവിടെ ഇറങ്ങണ്ട. ദയവായി ഇതുവരെ ഒരു വഴിച്ചാൽ കണ്ടു. താഴേക്കാണ് പോകണ്ട നമുക്ക്. അവിടെ വന്നുകൊണ്ടിരിക്കണം. പാവം വെച്ച് ആദ്യമായിട്ട് ഹൈക്കിങ്ങിന് ഉണ്ട്. അവളെ കൊണ്ട് പറയാൻ നാത്തിക്കുന്നു. ഗൈസ്, നമ്മൾ കമ്പിയിലാണ് ഇപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ നമുക്കവിടെ ചെറിയ വഴിയുണ്ട്, കാറിൻ്റെ സൈഡിൽ കൊടുത്തേക്കണ്ട. പോലീസ് ഒന്ന് പിടിക്കും ഇല്ലാത്ത വഴിക്കൊക്കെ വന്നെ. കാടി എൻ്റെ പാവം. നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അനുസരിച്ച് ആ ഡയറക്ഷനിൽ വന്നത്. കാരണം ഞങ്ങൾ കറങ്ങി വരുന്ന അപ്പുറത്തേക്ക് ആയിപ്പോയി. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് വെള്ളത്തിലിറങ്ങി. അവിടെ വെള്ളം ഈ സംഭവമൊക്കെ എന്താണെന്ന് അറിയോ, ബോട്ട് ഇറക്കുന്നതാ. ഇതവിടെ കാണാൻ കണ്ട ബോട്ടിങ്ങനെ വെള്ളത്തിലോട്ട് സൂന്നോടും. ഇതിവിടെയും പിന്നെ ഇതിവിടെയും. സോ ആക്ച്വലി കയറിയത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പാർക്കിംഗ് പ്ലേറ്റ്സിൽ നിന്നാണ് കയറിയത്. then ഇങ്ങനെ കറങ്ങി മോളിൽ പോയി ഹെർസോഗ് സ്റ്റാൻഡ് ഹൗസ്, ഫാറംബെർഗ്, മാർട്ടിൻ കോഫ്, ഹെർസോഗ് സ്റ്റാൻഡ് ഇതൊക്കെ കയറി ഇറങ്ങി ഇതിങ്ങനെ വന്നിപ്പോൾ ഉർഫൽഡിൽ നിൽക്കണം. നമുക്ക് ഈ മൗണ്ടനും കൂടി കയറാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഹൈംകാട്ടൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന്. പക്ഷെ നമ്മൾ അവിടെ വെച്ച് നിർത്തി. ഇങ്ങനെ വട്ടം കറങ്ങി, ഒറ്റ വട്ടം കറങ്ങി. കോഹൽസെ ജർമ്മനിയിലെ ഹെയർ പിൻ വളവുകളുള്ള റോഡുകളാട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ച് മ്യൂണിക്കിലോട്ട് പോകാണ്. ഡയറക്റ്റ് ഡ്രൈവ് വന്നിട്ടുണ്ട് RB66. അപ്പോൾ ബൈ കോഹൻ.